വ്ളോഗ് ചെയ്യാം. നമ്മളിവിടെ എന്താ ബൊമ്മസാന്തര ഇവിടെ അടുത്തൊരു ചായക്കട ഉണ്ട്. മടിവാളായിരുന്നു അപ്പം എന്തോരം ചായക്കടയായിരുന്നു. ഇപ്പം നല്ലൊരു ചായക്കട കിട്ടണമെങ്കിൽ മല്ലപ്പോ വെള്ളം തെറപ്പിക്കില്ലേ. ഇവിടെ കാല് മൊത്തം തീർക്കുന്നുണ്ട് ചെളി കണ്ടോ. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര കാറ്റ്, മഴയും പെയ്യും. ഒരു കിളിപ്പച്ചാണ്. ഇതാണ് നമ്മുടെ മറ്റേ നേരെ പോയി കഴിഞ്ഞാൽ മടിവാളം, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സേലം. പിന്നെ നമ്മുടെ മെട്രോ പുതിയത് വരുന്നുണ്ട്, ബയോക്കോൺ ഹെപ്പപ്പൊടി. ഇത് സെക്കൻഡ് ലാസ്റ്റ് സ്റ്റോപ്പാണ് തോന്നുന്നു. ലാസ്റ്റ് ബൊമ്മസാന്തരയാണ്, അതാണ് ലാസ്റ്റ് സ്റ്റോപ്പ്. ഈ ലൈനിൽ ഈ ലൈനിൻ്റെ കളർ ഏതാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ അവിടെ ചെന്നിട്ട് എൻ്റെ കാല് കാണിച്ചു തരാവേ. ഉള്ള ചെളി മൊത്തം തെറിച്ചിട്ടുണ്ട് കാലിക്ക്. അവിടെ ഒരു ബിൽഡിങ്ങിൻ്റെ പണി കിടക്കുന്നുണ്ട് കേട്ടോ. പാവം. ഇനി ഞാൻ ഈ വണ്ടിയിൽ വന്നതിൻ്റെ സമ്മാനം കാണിച്ചു തരാം. കണ്ടോ കേട്ടോ ചായ അടിക്കാൻ വന്നേ. ഫാബിസ് മലബാർ കഫേ, ഫാബിസ് കഫേ. അവിടുത്തെ ചായ അടിപൊളി കേട്ടോ. കുറേ കടിയൊക്കെ ഉണ്ട്. ദിസ് ഈസ് സാദിഖ്, യൂട്യൂബർ. കുറേ ഫോളോവേഴ്സൊക്കെ ഉള്ളതാണ് കേട്ടോ. അവിടെ കുറേ കടിയുണ്ട്, കാണാൻ പറ്റുന്നില്ല. ആ ചേട്ടന്മാർ പോട്ടെ കേട്ടോ. കുറേ കടിയുണ്ട്. കട 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 കട. അവിടുത്തെ ചായ അടിപൊളി, ചായ അടിപൊളി കേട്ടോ. ഈ ഒരു സാധനം കഴിക്കണ്ടേ, ഒരു ചിക്കൻ പെട്ടി, അടിപൊളി സാധനം കേട്ടോ. വന്ന് ഏതോ കാട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അവിടെ റോഡിൽ നിറച്ചും വെള്ളമൊക്കെയാണ്. എന്തോ വേണ്ട എന്തോ അടിപൊളി സ്ഥലം പറഞ്ഞ് കൂട്ടിക്കൊണ്ട് വന്നതാണ് എന്നെ. അവിടെ റോഡും തീർന്നു. ഇതാണ് സ്ഥലം. എവിടെ കുളം? ഇതാണ് സ്ഥലം കേട്ടോ. ഇവിടെ അങ്ങനെ വെള്ളക്കെട്ടാണ്. ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മുങ്ങും ഉറപ്പാ. ഇതിങ്ങനെ ഈ കാട്ടിക്കോളൊക്കെ നടന്നു കഴിഞ്ഞാൽ എങ്ങോട്ടെത്താ? ലേക്കിലേക്ക് എത്തുന്നാണ് പറയണേ. നോക്കാം നമുക്ക്. ഇതെന്തത്? ഇവിടുന്ന് ചാടിയേ. ഇത് തെന്നി വീഴുന്ന തോന്നണം. ആദ്യം ഇപ്പം പോയി ചാട്. ഞാൻ വരും. ആദ്യം നീ പോയി ചാട്. തെന്നി വീഴുകയാണെങ്കിൽ ഞാൻ വരണ്ടല്ലോ. ചാട് വേഗം ചാട്. കുഴപ്പമില്ല. ഇതൊക്കെ ഞാൻ കട്ട് ചെയ്യണല്ലോ. ഇനി ഞാൻ ചാടാൻ പോവാണേ. വേണ്ട ഉണ്ണിക്കുട്ടൻ അഡ്വഞ്ചർ. ഞാൻ വീഴണേ. ഇനി നമുക്ക് കുളം കാണാൻ പോവാം. സംഭവം എന്താ വെച്ചാല് അങ്ങോട്ട് പോകാൻ വഴിയില്ല. അതാണ് പ്രശ്നം. പ്രശ്നം എന്താ വെച്ചാല് അവിടെ പാനിയാണെന്നാണ് ആ ചെങ്ങ പറഞ്ഞത്. നല്ല ലാംഗ്വേജ് യൂസ് ചെയ്യും. അവിടെ ഒരു ആൾക്കാർ നടക്കണുണ്ടോ? അവിടെ കാണിച്ചാൽ കണ്ട അങ്ങനെ നടക്കണുണ്ടോ? അതിൻ്റെ അപ്പുറം നല്ലൊരു ലേക്ക് ഉണ്ടെന്നൊക്കെയാണ് ഇപ്പം പറയണത്. എനിക്കറിയാൻ പറ്റില്ല. വെറുതെ ഓരോ ലേക്ക് ഉണ്ടായിരുന്നു, മണ്ണിട്ട് മൂടി. എനിക്കറിയില്ല. എൻ്റെ അമ്മ വന്ന് ഏതോ ചേട്ടന്മാരുടെ വീടിൻ്റെ സൈഡിൽ കൂടെ ഒക്കെയാണ് വരണേ. എനിക്കറിയാൻ പാടില്ല ഇത് എങ്ങോട്ടാണ് പോണത്. നല്ല അടിപൊളി റോഡിൽ കൂടെയാണ് നമ്മൾ പോണത്. അവിടെ ഇങ്ങനെ താറാവുണ്ട്. അവിടെ അങ്ങനെ താറാവുണ്ട്. എവിടെ കൊയിഞ്ഞാടണേന്ന് അറിയില്ല. ഇവിടെ എന്താന്ന് തോന്നുന്നു സിമിത്തേരി. ഇതാണ് ആ ലേക്ക്. അവിടെ മീൻ പിടിക്കണൊക്കെ ഉണ്ട് കേട്ടോ ചെങ്ങന്മാര്. വണ്ടർഫുൾ ലേക്ക്. അവിടെ താറാവിനെ കാണിച്ചു കൊടുക്കും. അവിടെ താറാവ് എവിടെ? ആ താറാവാണോ എന്നറിയാം. എന്തൊരു സാധനം ഉണ്ട് അവിടെ. ഉണ്ടോ താറാവ്? എവിടെ എവിടെ? പുല്ലിൻ്റെ ഇടയിൽ കാണാൻ പറ്റുന്നില്ല. നമ്മളങ്ങനെ നടക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാൻ. എല്ലാവരും മീൻ പിടിക്കുന്നുണ്ട് ഇവിടെ.
എന്താണാവോ സിലോപ്പിയോ എന്താ നടക്കണം. ഒരു മീനൊക്കെ പിടിക്കുന്നുണ്ട്. ആ കൊച്ചിറക്കന് മീൻ കിട്ടി. അങ്ങനെ കാണാൻ പറ്റുന്നില്ല. അതെ കൊച്ചിറക്കന് കേന്ദ്രം. ഈ മീനിൻ്റെ പേരാണ് കേന്ദ്രം. അല്ലടെ അല്ലേ ഇവിടെ ഇങ്ങനെ ഒരു ദ്വീപ് പോലെ സെറ്റപ്പ് ഉണ്ട് കേട്ടോ. ഇത് ദ്വീപ് തന്നെയാണോന്നറിയില്ല. എനിവേസ് അവൻ വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട് അങ്ങോട്ട്. കാരണം ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് അതിക്കോടെ അങ്ങനെ വട്ടം കറങ്ങി നമുക്ക് അപ്പുറത്ത് പോയി കയറാമെന്നാണ് ഇവർ പറഞ്ഞത്. അപ്പോൾ പിന്നെ നമ്മൾ പിന്നെ തിരിച്ചാൽ ചെളി കൂടെ പോകണ്ടല്ലോ, അപ്പുറത്തെ വഴി കൂടെ പോകല്ലോ വിചാരിച്ച്. അവനങ്ങനെ വരുന്നുണ്ട് അവിടെ നിന്ന്. സംഭവം അടിപൊളി കേട്ടോ. ഇവിടെ കാണാനും വേറെ കുറേ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. അവിടെ ഇങ്ങനെ കുറേ ആൾക്കാരുണ്ട്. സംഭവം പോപ്പുലറാ തോന്നുന്നു. നമുക്കറിയില്ല, നമ്മളാദ്യമായിട്ടാണ് കാണണേ. ഇതിൻ്റെ ബാക്കി ഞാൻ പിന്നെ പറഞ്ഞുതരാവേ. കാണാൻ പോയത് ഏതാ കണ്ടത് ഏതാന്ന്. അവിടെ അങ്ങനെ താറാവും മറ്റേ വെള്ളത്തിൽ കൂടെ പോണ കാക്കയല്ലേ, ആ കാക്കയൊക്കെ അവിടെ കിടന്ന് കളിക്കുന്നുണ്ട്. രാത്രി ആവാറേ. ഇവിടെ വേറൊരു ദ്വീപുണ്ട്, വേറൊരു കുഞ്ഞു ദ്വീപ്. അവിടെ അറ്റത്ത് ഞാൻ നേരത്തെ കാണിച്ചത് കുഞ്ഞു ദ്വീപ്. സംഭവം അടിപൊളിയാണ്. ഇവിടെ നല്ല താമരയൊക്കെ ഉണ്ട് കേട്ടോ. താമര സംഭവം അടിപൊളിയാണ്. അപ്പോൾ കഴിഞ്ഞു, നമുക്ക് തിരിച്ചു പോവാം. നമ്മളങ്ങനെ നമ്മുടെ ഫ്ലാറ്റിലെത്തി. അമ്മേ അയ്യോ നമ്മുടെ ഗ്രേറ്റ് നമ്മുടെ വണ്ടി അവിടെ ഉണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ പോക്ക് കഴിഞ്ഞ് തിരിച്ച് റൂമിലെത്തി. മുട്ടയൊക്കെ വാങ്ങിയിട്ടുണ്ട്. നമുക്കിന്ന് രാത്രിയിലത്തെ നമ്മുടെ ഫുഡ്. അപ്പോൾ ശരി, ഓക്കെ ബൈ. ടാറ്റ പറ.